ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. 3-4 ദിവസമായി വീഡിയോ ഒന്നും ചെയ്യാത്ത, തീരെ സുഖമില്ല. നല്ല പനിയും തൊണ്ടവേദനയും ജലദോഷം എല്ലാ മാതിരിയും ഉണ്ട്. പിന്നെന്താ, അതിൻ്റെ ഒക്കെ തന്നെ നല്ലൊരു പേടിപ്പെടുത്തുന്ന ഒരു സംഗതിയും ഉണ്ട്. ടൈറ്റിൽ നിങ്ങൾ കണ്ട പോലെ തന്നെ അറിയുന്നവരുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെന്താ, എൻ്റെ മൂന്നാമത്തെ മോളെ പ്രസവം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പ്രസവമൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് തന്നെ അവിടെയുള്ള ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രസവം നിർത്തിയെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ സമാധാനിച്ചിരിക്കൊന്നും വേണ്ട, ഉണ്ടായ ഗർഭിണിയായ ഒരുപാട് കേസുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. അപ്പം ആ ഒരു പേടിയിൽ ഇങ്ങനെ നിൽക്കുന്നതാണ് ഞാൻ. പീരിയഡ്സ് നമ്മൾ തെറ്റിക്കഴിയുമ്പോൾ നമുക്ക് വല്ലാത്ത ഒരു ബേജാറാണ്. ഇനിയിപ്പം എന്താ പറയുക, കുറച്ച് നമുക്ക് ഏജ് എത്തിക്കഴിഞ്ഞാലും പിന്നെ ചെറിയ മക്കളുമാണ്. പിന്നെ അത് മാത്രമല്ല, വീട്ടിൽ വേറെ ആരും ഇല്ലാത്തൊരവസ്ഥയെല്ലാം വരുമ്പം അതൊക്കെ ഒരു റിസ്ക്കാണ്. എന്ന് വെച്ചാൽ ഈ പിന്നെ ഓപ്പറേഷനെല്ലാം 2-3 ഓപ്പറേഷനെല്ലാം കഴിഞ്ഞ സ്ഥിതിക്കല്ല നമുക്ക് വീണ്ടും ആവുക എന്ന് പറയുന്നതും, അതും പെട്ടെന്ന് നമുക്കൊരു അത്ഭുതമാണ്. നിർത്തിയിട്ടുണ്ടാവുമോ അങ്ങനത്തെ അല്ലേ, പ്രസവം നിർത്തിക്കഴിഞ്ഞാലും പ്രഗ്നൻ്റ് ആവുമോ? പക്ഷെ സത്യം പറഞ്ഞാൽ അടുത്തുള്ള ഡോക്ടറെ കാണിച്ചു തരാൻ ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് ചെക്ക് ചെയ്തിട്ടൊന്നുമില്ല. ഇല്ലാണ്ടിരിക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ ഇതൊക്കെ തന്നെയാണ് കാരണം. ഇനി എൻ്റെ തടീനെ കൊണ്ട്, എൻ്റെ ശരീരത്തെ കൊണ്ട് ഇനിയൊന്നും താങ്ങാനുള്ള ശേഷിയില്ല. അത് തുറന്ന് പറയുക, ഇനിയിപ്പോൾ ഒന്നും താങ്ങാനുള്ള ശേഷിയില്ല. അപ്പോൾ ഞാൻ പേടിച്ചിട്ടാണ് നോക്കാണ്ട് ഇരിക്കുന്നത് കേട്ടോ. പിന്നെ വൊമിറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസിയും തല ചുറ്റല് എന്താ പറയുക എല്ലാ മാതിരി ഉണ്ട്. നമുക്കിപ്പം പനിക്കും ഉണ്ടാവും എന്നുള്ള ഒരു ഇതിലിങ്ങനെ ഇരിക്കുന്നതിനു ഞാൻ പനി ഉണ്ടാവുമ്പോൾ നമുക്ക് ഉണ്ടാവുമല്ലോ വൊമിറ്റ് ചെയ്യാനുള്ളതും തല ചുറ്റലും എല്ലാ മാതിരി ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇനിയുള്ള മക്കളെ നന്നായിട്ട് നോക്കിയിട്ട് അവരങ്ങ് വളർന്നു വരുക എന്നല്ലാണ്ട് ഇനിയൊരു ഡെലിവറിക്കുള്ള ശേഷി നമുക്കില്ല. പിന്നെ അപ്പം ഇങ്ങനത്തെ കേസുകൾ നിങ്ങൾക്ക് പിന്നെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. വേറെന്താ പറയാൻ, എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കുക സുഖമായിട്ട് നല്ല ഉഷാറോട് കൂടിയിട്ട് വരാൻ. ഇപ്പം എല്ലായിടത്തും ഒരു വൈറൽ പനിയാണ് പോലും ഇറങ്ങിയിട്ടുള്ളത്. അപ്പം എൻ്റെ കുടുംബത്തും എല്ലാവർക്കും ഉണ്ട്. കുട്ടികൾ, മക്കൾ, എന്താ പറയുക, ഉമ്മാരും ഉപ്പാരും മുതൽ പിടിച്ച് എല്ലാവർക്കും എൻ്റെ ഈ കുടുംബത്തിലും പനി വന്നിട്ടുണ്ട്. മക്കളെയും കൊണ്ട് പിന്നെ ഡോക്ടറെ അടുത്ത് പോയതാണ്, 2 ആളെയും കൊണ്ട്. ചോട്ടക്ക് ഫസ്റ്റ് വന്ന് ചോട്ടൻ്റെത് മാറിക്കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെത് വന്നിട്ട് ഇപ്പോൾ 2 ആഴ്ച ആവാനായിക്ക് മാറുന്നേ ഇല്ല. അതിൻ്റെ ഇടക്കാണ് ഇപ്പം ഇങ്ങനത്തെ ഒരു ടെൻഷനും. പിന്നെന്താ പറയുക, എല്ലാതും കൂടി വരുമ്പോൾ എല്ലാം കൂടി ലോറി പിടിച്ചിട്ട് ഇങ്ങ് വരിക എന്നെല്ലാം കേട്ടിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ അതാണ്, വരുമ്പോൾ എല്ലാം കൂടി എല്ലാ ടെൻഷനും കൂടി ഒപ്പരങ്ങ് വരുന്നതാണ്. പിന്നെന്താ, നല്ലതാണെങ്കിൽ അൽഹംദുലില്ലാ നല്ലത് തന്നെയാണ്. പക്ഷെ നമുക്കല്ലേ നമ്മുടെ ആരോഗ്യത്തെ പറ്റിയിട്ടും നമ്മുടെ കാര്യങ്ങളും എല്ലാം നമുക്കല്ലേ അറിയുള്ളൂ അല്ലേ. അതുകൊണ്ടാണ്, അല്ലാണ്ട് വേറൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല. എല്ലാം നല്ലതിനായി വരട്ടെ എന്ന് മാത്രം വിചാരിക്കുക. പിന്നെ ഞാൻ ഇന്നലെ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതേനും, പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ തല ചുറ്റൽ, തീരെ എണീക്കാൻ കഴിയുന്നില്ല, കിടക്കുന്ന എണീക്കാനേ കഴിയുന്നില്ല. ഇന്നാ ഞാൻ എൻ്റെ സിറ്റ് ഔട്ട് വരെ കണ്ടതൊക്കെ, ഇന്നല്ല സിറ്റ് ഔട്ടിൽ വന്നിരിക്കുക വരെ ചെയ്തത്. ഫുള്ള് പണിയും എൻ്റെ ഹസ്ബൻഡാണ് കേട്ടോ. പാവം തോന്നും. മറ്റത് സോഫയിൽ TV കണ്ട് ഇരിക്കുന്ന ഓറുണ്ടല്ലോ, പാവ രാവിലെ എണീച്ച് ഭക്ഷണമാക്കി തന്ന് അലക്കാനുള്ള മെഷീനിലിട്ട് എല്ലാ പണിയും രാവിലെ തന്നെ ആറിയിട്ട് അടിച്ച് വാരിയെല്ലാം കാണുമ്പോൾ പാവം തോന്നും. മറ്റേ നമ്മൾ ചെയ്യാൻ പറഞ്ഞാൽ കൂടി ചെയ്യാത്ത മനുഷ്യന് ഞാൻ കിടന്നു പോയപ്പോൾ ഓർക്ക് എന്തോ ഒരു പാവം തോന്നി. ഇപ്പം എല്ലാം ചെയ്യുന്നുണ്ട്. അങ്ങനെയല്ലേ ആണുങ്ങളെ അല്ലേ, നമ്മൾ കിടന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ മാത്രം അവർ എല്ലാം ചെയ്തു തരും. അല്ലെങ്കിൽ നമ്മളുണ്ടല്ലോ എന്നുള്ള ഒരു ആശ്വാസത്തിലാണ് അവർ നടക്കുന്നത്. പിന്നെ അപ്പം ഇന്നൊക്കെ പനിക്ക് കുറച്ച് കുറവുണ്ട്. പക്ഷെ ക്ഷീണത്തിന് ഒരു മാറ്റവും ഇല്ല. ഒരു കാലിൻ്റെ അടിയിൽ നിന്നെല്ലാം മേലോട്ട് ഭയങ്കര ഒരു തണുപ്പ് കയറുന്ന ഒരു പോലെ ഉണ്ട്. ഭയങ്കര തളർന്ന് കിടക്കുന്ന തന്നെയാണ്. തല ചുറ്റൽ, എണീച്ച് നടക്കാൻ കഴിയുന്നില്ല. തല ചുറ്റിയിട്ട് വീർന്നെ കിടക്കുന്നേ, എണീക്കാൻ കഴിയുന്നില്ല. പിന്നെ
അപ്പം എനിക്ക് ഈ ഒരു ഇത് പടച്ചോനെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ആ ഒരു ഇതിലിങ്ങനെ നിൽക്കുന്നതിന് കുറച്ച് ദിവസം കൂടിയും കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ട് വെയിറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. കുറച്ച് ദിവസം കൂടിയും കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ട് വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുന്നതാണ്. പിന്നെന്താ, ഒന്നും ഇല്ല എന്നുള്ളതിൽ മനസ്സിൽ ഉണ്ടാവില്ല എന്നുള്ളൊരു ഇതിലിങ്ങനെ പോന്നാണ് ഞാൻ. അപ്പോൾ ആർക്കെങ്കിലും അങ്ങനത്തെ അനുഭവം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഡോക്ടർ പറഞ്ഞപ്പോൾ എനിക്ക് അത്ര വിശ്വാസമൊന്നും വന്നിട്ടില്ല. എന്ന് വെച്ചാൽ അങ്ങനെ ഉണ്ടായ കേസുകൾ ഉണ്ടെന്ന് ആ സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ മോൾക്ക് ഇപ്പോൾ 3 വയസ്സ്, പിന്നെ നവംബർ ലാസ്റ്റിലേക്ക് 3 വയസ്സാവും. ആ സമയത്ത് ഡോക്ടർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിശ്വസിച്ചിട്ടൊന്നുമില്ല. പക്ഷെ നമുക്ക് ഇങ്ങനെ ഓരോ അനുഭവം വരുമ്പോൾ വിശ്വസിക്കേണ്ടി വരുന്ന അനുഭവം എന്ന് വെച്ചാൽ എന്താ പറയുക, നമ്മൾ കൺഫേം ആക്കിയിട്ടൊന്നുമില്ല കേട്ടോ, കൺഫേം ആക്കിയിട്ടില്ല. നമ്മൾ അങ്ങനെ പേടിച്ച് ഇരിക്കുന്ന, കൺഫേം ചെയ്തിട്ടില്ല. അപ്പം ഇൻഷാ അല്ലാഹ് ഞാൻ ഇത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് തുറന്ന് പറയണം. എസ്പെഷ്യലി സ്ത്രീകളോടാണ് കേട്ടോ, പുരുഷന്മാരോടല്ല, ഇത് സ്ത്രീകൾക്കുള്ളതാണ്. പിന്നെ അവർ ഉള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം ഇൻഷാ അല്ലാഹ് ഞാൻ നല്ലോണം സുഖാവട്ടെ, നല്ല അടിപൊളിയായി ഒരു വീഡിയോ ആയിട്ട് വരാം. തീരെ സുഖമില്ലാത്തതിനെ കൊണ്ടാണ് ഞാനിപ്പോൾ അത്രയും ഞാൻ വീഡിയോസൊന്നും ഇടാണ്ട് ഇരിക്കുന്നത് കേട്ടോ. അപ്പം ശരി, ഇൻഷാ അല്ലാഹ്. ഓക്കെ, അസ്സലാമു അലൈക്കും.